മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. രോഗമുക്തിയും ആരോഗ്യ സംരക്ഷണവും പ്രാപ്തമാകണമെങ്കിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇമ്മ്യൂണിറ്റിയും രോഗങ്ങളും രോഗമുക്തിയും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ ഉള്ളിലെ ഡോക്ടർ അഥവാ ഉള്ളിലെ ഹീലിംഗ് പവറാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതും മുറിവുണക്കുന്നതും രോഗമുക്തി നൽകുന്നതും ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ 2 വിഭാഗങ്ങളുണ്ട്. omega-6 ഫാറ്റ് നിയന്ത്രിക്കുന്ന പ്രതിരോധം അഥവാ ഇൻഫ്ലമേഷനും omega-3 ഫാറ്റ് നിയന്ത്രിക്കുന്ന ഹീലിംഗ് സൗഖ്യമാക്കൽ അഥവാ ആൻറ്റി ഇൻഫ്ലമേഷൻ. വിഷാംശം ശരീരത്തിലെത്തുമ്പോൾ ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. പോഷകങ്ങൾ അല്ലാത്തതെല്ലാം, നാം കഴിക്കുന്ന മരുന്നുകൾ പോലും പോഷകങ്ങൾ തന്നെ അമിതമായാലും ശരീരത്തിന് ചേരാത്ത ഭക്ഷണവും വൈറസും ബാക്ടീരിയയും പോലുള്ള ബയോളജിക്കൽ ഏജൻസും മദ്യവും ഭക്ഷണത്തിലെ അമിത കൊഴുപ്പും അന്നജവും ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന കീടനാശിനികളും കൃത്രിമ രുചിക്കൂട്ടുകളും നിറക്കൂട്ടുകളും പ്രിസർവേറ്റീവ്സുകളും പോലുള്ള കെമിക്കൽ ഏജന്റുകളെയും ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റം വിഷവസ്തുവായാണ് കാണുന്നത്. ഇൻഫ്ലമേഷൻ കൂട്ടുന്ന വിഷവസ്തുക്കളും omega-6 ഫാറ്റ് കൂടുന്നതും ആൻറ്റി ഇൻഫ്ലമേഷൻ അഥവാ റിപ്പയർ വർക്കിന് ആവശ്യമായ omega-3 ഫാറ്റും ഒന്നോ അതിൽ കൂടുതലോ അവശ്യ പോഷകങ്ങൾ തീരെ കുറയുന്നത് മൂലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമുക്കുള്ളിലെ ഡോക്ടറെ ശക്തിപ്പെടുത്തി രോഗത്തിൽ നിന്നും രോഗലക്ഷണങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മുക്തി നേടാൻ എന്താണ് ചെയ്യേണ്ടത്? രോഗം ഏതായാലും ക്ഷീണം, പനി, വേദന, ചുവപ്പ്, മുഴ എന്നീ 5 രോഗലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെയാകും നമുക്ക് അനുഭവപ്പെടുക. ഈ രോഗലക്ഷണങ്ങളിലൂടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും രോഗകാരണമായ അണുക്കളെയും വിഷവസ്തുക്കളെയും ഒഴിവാക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയുമാണ്. വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാനായി നൽകുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്നതിലൂടെയാണ് രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നത്. അണുക്കളെയും വിഷവസ്തുക്കളെയും നശിപ്പിക്കാനായി കൂടുതൽ വെളുത്ത രക്താണുക്കളും ആൻറ്റിബോഡിയും ഒക്കെ ഉണ്ടാക്കാനും രോഗം മൂലം കേടായ കോശങ്ങളെ മാറ്റി പുതിയവയെ ഉണ്ടാക്കാനും ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും എളുപ്പമാകും. രോഗങ്ങൾ ഉണ്ടാകാനും രോഗമുക്തി ലഭിക്കാത്തതിനും കാരണം ഇമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്ന omega-3, omega-6 ഫാറ്റുകളുടെ അനുപാതം തെറ്റുന്നതും പോഷകങ്ങളിലെ ഏറ്റക്കുറച്ചിലും വിഷാംശവും മൂലം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളാണ്. ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും നൽകുകയും ശരീരത്തിലെ വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ഇമ്മ്യൂണിറ്റിയിലെ താളപ്പിഴകൾ പരിഹരിക്കുക എന്നതാണ് ആരോഗ്യത്തിലേക്കുള്ള എളുപ്പവഴി. ജീവിതശൈലി ക്രമീകരിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശാക്തീകരിച്ച് രോഗമുക്തിയും മരുന്നുകളിൽ നിന്നും ഡിപ്രഷനുകളിൽ നിന്നുമുള്ള മുക്തിയും സാധ്യമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയണം.